ഏതൊരു അപകടവും വലിയ ആൾക്കൂട്ട മരണത്തിന് വരെ കാരണമാകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് ആന എഴുന്നള്ളിക്കുമ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ നിർമ്മിക്കപ്പെടുന്ന ഇടം, ഇത് ഇന്നലെ ഞാൻ ആലോചിച്ചു. ഇതൊരു ഒറ്റപ്പെട്ട തുരുത്താണ്. അവിടേക്ക് പോയി നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞത് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ശരിയാണ്. പക്ഷെ അതേ ഇടത്തേക്കൊന്ന് എത്തിപ്പെടാൻ വേണ്ടി സാധാരണ ഒരു വഴി മാത്രമാണുള്ളത്. സാധാരണ ഒരു വഴിയുണ്ട്. പക്ഷെ സാധാരണ കാര്യമല്ല അവിടെ ചെയ്യുന്നത്. അവിടെ അപകടം വന്നാൽ അവിടേക്ക് ധാരാളം അഗ്നിശമന വാഹനങ്ങൾ, ധാരാളം ആംബുലൻസുകൾ, ധാരാളം രക്ഷാപ്രവർത്തകർ, അവരുടെ വാഹനങ്ങൾ, ഇതൊക്കെ എത്തിച്ചേരാനുള്ള സംവിധാനം വേണം എന്നാണ് നിഷ്കർഷ. പുറ്റിങ്ങൽ അപകടത്തിന് ശേഷം കാണ്ടം കാണ്ടം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 161 പേജാണ് ആ റിപ്പോർട്ട്. 4179 പേജാ ഈ ഈ ശുപാർശകൾ. മൊത്തം റിപ്പോർട്ട്. ഓക്കെ. അപ്പോൾ അതിൽ തന്നെ നിർദ്ദേശിക്കുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൽ എത്ര നടപ്പിലാക്കിയിട്ടുണ്ട് എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ പുറ്റിങ്ങൽ അപകടത്തിന് ശേഷം മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയിട്ടില്ലേ? ചർച്ച ചെയ്തിട്ടില്ലേ? സർക്കാർ വാർത്തയാക്കിയിട്ടില്ലേ? ചർച്ച ചെയ്തിട്ടില്ലേ? കേന്ദ്ര സർക്കാരിലേക്ക് റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നടപ്പിലാകുന്നില്ല എന്ന ഇടത്താണ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്. ഇപ്പോൾ ജനപ്രതിനിധികളടക്കം ചേർന്നിരുന്ന് ചർച്ച നടത്തുന്നുണ്ട്, തീരുമാനമെടുക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരിവിടം സന്ദർശിക്കണമെന്ന നിഷ്കർഷയുണ്ട്. ഇത്രയും അധികം എക്സ്പ്ലോസീവ്സ് അവിടെ കൂട്ടിയിട്ടുണ്ട് എങ്കിൽ അവിടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഈ ഒരു അപകടമുണ്ടായിട്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്നത് ഒരു എളുപ്പ പ്രക്രിയയാണെന്നേ. ഈ CN രാമചന്ദ്രൻ നായർ എന്ന റിട്ടയർഡ് ജസ്റ്റിസ് എത്ര അന്വേഷണം നടത്തിയിട്ടുണ്ട്? അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അന്വേഷണം നടത്തിയിട്ടുണ്ട്. വിഴിഞ്ഞത്ത്, മുനമ്പത്ത്, ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പല അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തിനാണ് ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിക്കപ്പെടുന്നത്? നടത്തിക്കോട്ടെ. പക്ഷേ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അധികാരമുണ്ടോ? ആർക്കെങ്കിലും എതിരെ നടപടി ഉണ്ടോ? ശുപാർശ മാത്രമേ കൊടുക്കുള്ളൂ. ഈ ശുപാർശ കൊടുക്കുന്നത് എപ്പോഴാണ്? ഒരു കമ്മീഷനും അതിന്റെ കാലപരിധിക്കുള്ളിൽ ഒരു റിപ്പോർട്ടും കൊടുക്കില്ല. അതിനുശേഷം എപ്പോഴെങ്കിലും ഒരു റിപ്പോർട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഈ ആഘാതം മലയാളി മറന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ റിപ്പോർട്ട് എടുത്ത് അവിടെ വെക്കും. അതിന് പുറ്റിങ്ങൽ അപകടവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിന്റെ അതേ അവസ്ഥയായിരിക്കും ഉണ്ടാവുക.